ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ജോഗ്രഫിയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻസ്. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫിസിയോഗ്രഫിക്കലി നമ്മൾ ഇന്ത്യ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലാദ്യം പഠിച്ചത് നോർത്തേൺ മൗണ്ടൻ റേഞ്ചിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നോർത്തേൺ പ്ലെയിൻസിനെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നോർത്തേൺ പ്ലെയിൻസിനൊക്കെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇവിടെ നമുക്ക് മൗണ്ടൻസ് ഉണ്ട് അല്ലേ. ഈ ഇവിടെ കണ്ട മൗണ്ടൻസിനാണ് നമ്മൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് എന്ന് വിളിച്ചത്. ഈ നോർത്തേൺ മൗണ്ടൻ റേഞ്ചിൽ നിന്നും 3 പ്രധാനപ്പെട്ട നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഇൻഡസ് റിവർ, ഇവിടെ കാണുന്ന ഇൻഡസ് റിവർ. മറ്റൊന്ന് ഇവിടെ കാണുന്ന ഗംഗാ റിവർ, താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏത് റിവറാണ്, ഗംഗാ റിവർ. അത് കഴിഞ്ഞത് ഇതുവഴി ഒഴുകുന്ന ബ്രഹ്മപുത്ര എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട നദികൾ ഹിമാലയൻ മൗണ്ടനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ഈ നദികൾ കാരണം ഫോം ചെയ്ത സമതലം അല്ലെങ്കിൽ പ്ലെയിൻ എന്ന രീതിക്കാണ് നമ്മൾ ഈ ഭാഗത്തിന് ഇൻഡോ എന്ന് വെച്ചാൽ ഇൻഡസ്, ഗാൻജറ്റിക് എന്ന് പറഞ്ഞാൽ ഗംഗ, ബ്രഹ്മപുത്ര നദികളുണ്ടായതുകൊണ്ട് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകും. ഓക്കെ, ഏതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. സോ ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ഫോർമേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ഫോം ചെയ്തത് നദികളുടെ ഡെപ്പോസിഷൻ കൊണ്ടാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. സോ നമ്മൾ ആദ്യം ഈ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പറയും, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഏതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പിക്ചറാണ്. ഇൻഡോ ഗാൻജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത് ഈ യെല്ലോ നിറത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഈ നദികളൊക്കെ ഫോം ചെയ്ത് അല്ലെങ്കിൽ നദികൾ കാരണം ഈ ലാൻഡ് ഫോം ഒക്കെ ഫോം ചെയ്തത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ജിയോമോർഫിക് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. എന്താ പ്രോസസ്സ് എന്നാ പറയാൻ പോകും. ഓക്കെ, നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഒക്കെ ഫോം ചെയ്തതിന് പിന്നിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, നമ്മുടെ നദികളൊക്കെ ഫോം ചെയ്ത് എന്ത് കാരണമാണ്, റിവറുകളുടെ ഡെപ്പോസിഷൻ കാരണമാണ്. സോ എന്താണ് ഈ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞത്, വലിയൊരു പാറ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പാറ കാണുന്നത് ഒരു മൗണ്ടന്റെ മുകളിലായിരിക്കും. ഈ പാറ പുറത്തു നിന്നുള്ള പ്രഷറും ടെമ്പറേച്ചറിലും ഒക്കെ വരുന്ന വ്യത്യാസം കാരണം ഇത് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. അത് വീണ്ടും ഫർദർ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പൊടികളായിട്ട് മാറും. ഇത് ഒരു സ്ഥലത്ത് നിന്നും നമ്മളല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കും. അങ്ങനെ ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തും. ഇങ്ങനെ എത്തുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഡെപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെപ്പോസിഷൻ നടത്തുന്ന ഇവിടുത്തെ കുറച്ച് ഏജന്റുകൾ ഉണ്ട്. ഓക്കെ, ആരുണ്ട്, ഏജന്റുകളുണ്ട്. ഈ ഏജന്റുകൾ നമ്മൾ വിളിക്കുന്ന പേര് ജിയോ മോർഫിക് ഏജന്റ് എന്നാണ്. കാരണം ജിയോ എന്ന് വെച്ചാൽ ഭൂമി, മോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് എന്ന് തൽക്കാലത്തേക്ക് മനസ്സിലാക്കാം. അപ്പൊ ഭൂമിയുടെ സർഫസിൽ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ഉണ്ടായി ഭൂമിയുടെ ഷേപ്പ് ഒക്കെ മാറ്റുന്ന ആ മൊത്തം പ്രോസസ്സ് എന്ന നിലയ്ക്ക് നമുക്ക് എന്തിനെ വിളിക്കാം, ജിയോമോർഫിക് പ്രോസസ്സിനെ വിളിക്കാം. അത് നടത്തുന്ന ആൾക്കാരെ എന്ത് വിളിക്കാം, ജിയോമോർഫിക് ഏജന്റുകൾ എന്ന് വിളിക്കാം. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ജിയോമോർഫിക് ഏജന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റണ്ണിങ് വാട്ടർ, അതായത് ഒഴുകുന്ന വെള്ളം, ഓർ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, നദികൾ എന്ന് പറയാം. അതുപോലെ കാറ്റ്, അതുപോലെ ഗ്ലേഷ്യർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ടൊക്കെ പഠിച്ചിരുന്നു. അതുപോലെ വരുന്ന മറ്റൊന്നാണ് കടൽ തിരമാലകൾ അഥവാ സീ വേവ്സ്. ഇവരൊക്കെയാണ് ഈ ഭൂമിയിൽ ഈ കാണുന്ന രീതിക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജിയോമോർഫിക് ഏജന്റുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ജിയോമോർഫിക് ഏജന്റുകൾ എന്ന് വിളിക്കുന്നത്.
ഈ മൊത്തം പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ജിയോമോർഫിക് പ്രോസസ്. അപ്പൊ എന്താ ജിയോമോർഫിക് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയസ് ലാൻഡ് ഫോംസ് ഓൺ ദി സർഫസ് ഓഫ് ദ എർത്ത്. ഞാനിതിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്താണ് നടക്കുന്ന പ്രോസസ്സ്? ഇതാണ്, ഒരിടത്തുള്ളതിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. ഈ ഒരിടത്തുള്ളതിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പലതരം ലാൻഡ് ഫോം ഉണ്ടാകും. വാട്ടർഫോൾസ്, മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്, അതുപോലെ നമ്മളിപ്പോൾ ചാപ്റ്റർ പഠിക്കുന്ന പ്ലെയിൻസ് അഥവാ സമതലങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുന്ന വി ഷേപ്പ് വാലി, യു ഷേപ്പ് വാലി, അങ്ങനെ പലതരം ലാൻഡ് ഫോമുകൾ ഉണ്ടാകുന്നതൊക്കെ ഈ പ്രോസസ്സിലൂടെയാണ്. സോ അവിടെ സിമ്പിളായിട്ട് നടക്കുന്നത് ഒരിടത്തുള്ളവർ മറ്റൊന്നിടത്ത് എത്തിക്കും. അങ്ങനെയുള്ള മൊത്തം പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ജിയോമോർഫിക് പ്രോസസ്. ഇത് കാരണമാണ് പലതരം ലാൻഡ് ഫോമുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. എന്തുണ്ടാകുന്നത്? പലതരം ലാൻഡ് ഫോംസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ജിയോമോർഫിക് പ്രോസസ്സ്. അത് നടത്തുന്ന ആൾക്കാരാണ് ജിയോമോർഫിക് ഏജന്റ്. റണ്ണിങ് വാട്ടറും വിൻഡും ഗ്ലേഷ്യറും വേവ്സും ഒക്കെ ജിയോമോർഫിക് ഏജന്റുകളാണ്. ഇനി ഇപ്പം ഇത് എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഫോം ചെയ്ത് ഇത്തരത്തിലുള്ള ഡെപ്പോസിഷൻ കാരണമാണ്. അതായത് ഹിമാലയൻ നദികൾ ഉത്ഭവിക്കുന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. ഈ ഹിമാലയൻ നദികൾ ഹിമാലയത്തിന്റെ മുകളിൽ, മൗണ്ടനിന്റെ മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകി വരുന്നത്. അപ്പോൾ ഈ ഒഴുകി വരുന്ന സമയത്ത് അവിടെ നമുക്ക് റിവറുകൾ എന്ന് വിളിക്കാമല്ലോ, നദികൾ. ഈ നദികൾ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഈ നദികൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നും ഇറോഷൻ സംഭവിപ്പിക്കും. എന്ത് സംഭവിപ്പിക്കും? ഇറോഷൻ, അല്ലേ? ഈ പാറകളിൽ നിന്ന് ചെറിയ ചെറിയ തരികളെയും കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇത് ഒഴുകി 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 എവിടെ എത്തും? താഴെ. ഓക്കെ, മൗണ്ടന്റെ മുകളിൽ പല പല ചെറിയ ചെറിയ അരുവികൾ. ഈ അരുവികളെയാണ് നമ്മൾ റിൽസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? റിൽസ്. ഈ ചെറിയ ചെറിയ അരുവികൾ വന്ന് ചേർന്നിട്ടാണ് ഒരു പ്രധാനപ്പെട്ട നദിയായിട്ട് ഒഴുകുന്നത്. ഓക്കെ, ഇപ്പൊ ചെറിയ ചെറിയ അരുവികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നദിയായിട്ട് ഒഴുകുന്നത്, അല്ലേ? ഈ നദികൾ ഒഴുകി വരുന്ന സമയത്ത് ശക്തമായ സ്പീഡിൽ ഒഴുകി വരുമ്പോൾ ഇറോഷൻ സംഭവിക്കും. അതിലൂടെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് നദിയോടൊപ്പം ഒഴുകി വരും. ഇത് മൗണ്ടനിൽ നിന്ന് എങ്ങോട്ടെത്തും? സമതലത്തിലോട്ട്. സാധാരണ ഈ മൗണ്ടന്റെ ഈ പറയുന്ന ഭാഗം അല്പം താഴ്ന്ന പ്രദേശമായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ സ്ഥലം എന്ത് ചെയ്യും? നികന്ന് ഒരു സമതലമായിട്ട് മാറും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? അലൂവിയൽ പ്ലെയിനുകൾ ഉണ്ടാവുന്നത്. എന്തുണ്ടാവുന്നത്? അലൂവിയൽ പ്ലെയിൻസ് ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ അലൂവിയൽ? ഞാൻ ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായ, അല്ലെ, ഫെർട്ടൈലായിട്ടുള്ള മണ്ണാണ് എന്തെന്ന് പറയുന്നത്? അലൂവിയൽ സോയിൽ. ഇതെങ്ങനെയാ ഫോം ചെയ്യുന്ന? നദികളുടെ ഡെപ്പോസിഷൻ. അല്ലെങ്കിൽ നദി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ പല സ്ഥലത്തെയും പാറകളും അതുപോലെ തന്നെ കുറച്ചുകൂടി പ്ലെയിൻസിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടുന്ന് നല്ല മണ്ണും ടോപ്പ് സോയിലും കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇത് നല്ല ഫെർട്ടൈലാണ്. അതിനെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഹ്യൂമസ് കണ്ടന്റും എല്ലാ കണ്ടന്റുകളും ഉണ്ടാവും. അങ്ങനെ ഫോം ചെയ്യുന്ന സോയിലാണ് എന്ത്? അലൂവിയൽ സോയിൽ. അങ്ങനെ ഫോം ചെയ്യുന്ന പ്ലെയിൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അലൂവിയൽ പ്ലെയിൻസ്. അങ്ങനെ ഉണ്ടായ ഒരു അലൂവിയൽ പ്ലെയിൻ ആണ് നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമേഷന് കാരണമുള്ള പ്രോസസ്സ് എന്തായിരുന്നുടാ? ജിയോമോർഫിക് പ്രോസസ്സ്. എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ചേഞ്ചുകൾ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് എന്ത്? ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറയുന്നു, അല്ലെ? പലതരം ലാൻഡ് ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ജിയോമോർഫിക് പ്രോസസ്സുകളാണ്. അപ്പൊ ആരായത് ചെയ്യുന്നത്? റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യർ, വേവ്സ് പോലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അവർ വിളിക്കുന്ന പേരാണ് ജിയോമോർഫിക് ഏജന്റ്. മൊത്തം പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ജിയോമോർഫിക് പ്രോസസ്സ്. അങ്ങനെയുള്ള പ്രോസസ്സിൽ ഒന്നാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. എന്താണ്? സെഡിമെന്റ്സ് ഓർ റോക്സ്, അല്ലെ, ചെറിയ പാറയുടെ തരികൾ. ഇതെന്ത് ചെയ്യും? പാറകളുടെ ഡിസൻറ്റഗ്രേഷൻ കാരണം ഫോം ചെയ്യും. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ കാരണങ്ങൾ കാരണം. ഇപ്പോൾ ഫിസിക്കൽ എന്ന് വെച്ചാൽ പ്രഷർ, സ്ട്രെസ്. കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മഴ പെയ്യുന്നു, അതുപോലെ പലതരം കെമിക്കൽസ്, ആസിഡ് റെയിൻ പോലത്തെ കാര്യങ്ങൾ കൊണ്ട്. ബയോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജീവജാലങ്ങളും മാളങ്ങളും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാറകളൊക്കെ പൊടിയും. അതിനെ ഈ പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് ആയിട്ടുള്ള ജിയോമോർഫിക് ഏജന്റുകൾ കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഈ പറയുന്ന സാധനം താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നദികൾ എന്ത് ചെയ്യാറുണ്ട്? ഡെപ്പോസിഷൻ ചെയ്യാറുണ്ട്, അല്ലെ? റിൽസ് അല്ലെങ്കിൽ, അല്ലെ, ചെറിയ ചെറിയ റിവലറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ അരുവികൾ, സ്ട്രീംസ്, ഇതെന്ത് ചെയ്യും? ഫോം ചെയ്യും. ഈ ഫോം ചെയ്താണ് എന്തായിട്ട് മാറുന്നത്? നദികളായിട്ട് മാറുന്നത്. ഈ നദികൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരങ്ങളിലാണ് ഫോം ചെയ്യുന്നത്. അത് എന്ത് ചെയ്യും? താഴോട്ട് വരുമ്പോൾ സെഡിമെന്റുകളെ കൊണ്ടുവന്ന് ലോ ലേയിങ് ഏരിയാസ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അലൂവിയൽ പ്ലെയിനുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? അലൂവിയൽ പ്ലെയിനുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ അല്ലെങ്കിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എങ്ങനെ ഫോം ചെയ്തു?
നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്തത് എങ്ങനെയാ? രണ്ട് പ്ലേറ്റുകൾ പരസ്പരം അടുത്തേക്ക് വന്ന് കൺവേർജ് ചെയ്ത് ഫോം ചെയ്തതാണ് എന്ത്? നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു സി ഉണ്ടായിരുന്നു, എന്താണ്? തെത്തിസ് എന്ന് പറയുന്ന സി ആണ് ഇതായിട്ട് മാറിയെന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ ഹിമാലയൻ മൗണ്ടൻ ഫോം ചെയ്തപ്പോൾ ഇവിടെ അതുമായിട്ട് ചേർന്ന് ഒരു വലിയ ഡിപ്രഷൻ, വലിയ കുഴി ഉണ്ടായി. ഇതുണ്ടായി, ഒരു വലിയ കുഴി ഉണ്ടായി. ഏതാണ്ട് 1000 to 2000 മീറ്റർ ആഴമുള്ള ഒരു കുഴിയാണ് ഇവിടെ ഉണ്ടായത്. കുഴി എന്ന് വെച്ചാൽ ഒരു ചെറുതല്ല, ഒരു വലിയ ഡിപ്രഷൻ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഈ ഡിപ്രഷനിലോട്ട് നമ്മുടെ 3 നദികളായിട്ടുള്ള ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും അതിൻ്റെ സെഡിമെന്റുകൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന പാറയുടെ തരികൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യും. അതാ ഇവിടെ പറയുന്നത് ഫോർമേഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയും. അപ്പൊ എന്താണ് ഫോർമേഷൻ ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നമ്മൾ പറയുന്നത്? ദ സെഡിമെന്റ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ എ വാസ്റ്റ് ഡിപ്രഷൻ ഓഫ് ദ അറ്റ് ദ സൗത്ത് ഓഫ് ദ ഹിമാലയസ് അല്ലെ. ഹിമാലയ മൗണ്ടന് താഴെയായിട്ട്, എവിടെയായിട്ട്? ദ ഹിമാലയൻ മൗണ്ടന്റെ താഴെയായിട്ട്. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്? ഹിമാലയൻ മൗണ്ടൻ ഉള്ളത് അല്ലെ. ഈ ഹിമാലയൻ മൗണ്ടന്റെ സൗത്ത് എന്ന് പറയുമ്പോൾ ദാ ഇങ്ങോട്ട് അല്ലെ, സൗത്ത്. ഈ പറയുന്ന ഹിമാലയ മൗണ്ടന്റെ സൗത്ത് ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹിമാലയൻ നദികള് സെഡിമെന്റുകൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. ആരൊക്കെ കൊണ്ടുവന്ന്? ഹിമാലയൻ നദികളും മാത്രമല്ല, കുറച്ച് താഴെയുള്ള പെനിൻസുലാർ നദികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന സെഡിമെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താണ് ഒരു എക്സ്പാൻസീവ് പ്ലെയിൻ ഉണ്ടായത്. ആ പ്ലെയിനിന്റെ പേരാണ് എന്ത്? നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയും. ഓക്കെ ആണോ? ഇങ്ങനെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഈ പറയുന്ന ഡെപ്പോസിഷൻ നടന്നാണ് ഈ ഒരു ഫെർട്ടൈൽ പ്ലെയിൻ ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഫെർട്ടൈൽ പ്ലെയിനിന്റെ പേരാണ് എന്ത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയും. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ പറ്റി പറയുമ്പോൾ എന്താണ്? ഏതാണ്ട് 1000 to നമ്മളവിടെ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ, അത് എന്താണ്? ഏതാണ്ട് 1000 തന്നെയല്ലേ വരും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അതെ, 1000 തൊട്ട് 2000 മീറ്റർ വരെ ആഴമുള്ള എന്താണ് ഗർത്തങ്ങളാണ് ഇവിടെ ഫോം ചെയ്തിരുന്നത്. ഇനി നമുക്ക് നോക്കാം എവിടെ മുതൽ എവിടെ വരെ. നമ്മുടെ ഇൻഡസ് നദിയുടെ റിവർ മൗത്ത്. എന്താ ഈ റിവർ മൗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നദി കടലിൽ ചേരുന്ന ഭാഗമാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് ഇൻഡസ് നദി എന്ത് ചെയ്യുന്നത്? നമ്മുടെ അറേബ്യൻ സീയിൽ പോയി ചേരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം തൊട്ട്, ഏതൊരു ഭാഗം തൊട്ട്? ഈ ഒരു ഭാഗം തൊട്ട് നമ്മുടെ ഗംഗാ നദിയുടെ റിവർ മൗത്ത്. ഇപ്പൊ ഗംഗാ നദി വന്ന് ചേരുന്നത് ഇവിടെയാണ്. ഇതിന്റെ അടുത്ത് ബ്രഹ്മപുത്രയും കൂടി വന്ന് ചേരും. അപ്പൊ എന്താ ഇവിടെ വരെ വരുന്ന ഇത്രയും ഭാഗം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇൻഡസിന്റെ ഭാഗം തൊട്ട് ഗംഗാ റിവർ അവസാനിക്കുന്ന റിവർ മൗത്ത് വരെയുള്ള ഈ ഒരു വലിയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 3200 കിലോമീറ്റർ. എത്ര വരും? 3200 കിലോമീറ്റർ. എവിടെ? ഇൻഡസ് തൊട്ട് ഗംഗയുടെ ഭാഗം വരും. പക്ഷെ ഇൻഡസ് നമുക്കറിയാം എവിടെ അല്ല ഇൻഡസ് ഉള്ളത്. ഇൻഡസ് ഉള്ളത് ഇന്ത്യക്കകത്തല്ല. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ പറയുന്ന 3200 ഒന്നുമില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2400 കിലോമീറ്റർ ലെങ്ത് എവിടെയുണ്ട്? ഇന്ത്യക്കകത്ത് നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മുതൽ എവിടം വരെയാണ്? നമ്മുടെ ഇന്ത്യക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2400 കിലോമീറ്ററും മൊത്തത്തിൽ ഏതാണ്ട് 3200 കിലോമീറ്ററോളമാണ് നമ്മുടെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ലെങ്ത് എന്ന് പറയും. നമ്മൾ വെസ്റ്റേൺ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വീതി കുറച്ച് കൂടുതലാണ്. ഏതാണ്ട് 300 കിലോമീറ്ററോളം വീതി വെസ്റ്റേൺ ഭാഗത്തും ഏതാണ്ട് 150 കിലോമീറ്ററോളം വീതി ഈസ്റ്റേൺ ഭാഗത്തും ഉണ്ട്. അതായത് നമ്മൾ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലോട്ട് പോകുമ്പോൾ വിഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അത് കൂടി വരും. അതെന്ത് ചെയ്യും? കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. മൊത്തം ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മൊത്തം ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്ട് 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരും. എത്ര വരും?
7 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ വരും. ഇനി ബൗണ്ടറീസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നോക്കുകയാണ് നമ്മൾ ബൗണ്ടറീസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, നോർത്തേൺ ഭാഗത്ത് ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഏതാണ്? അതാ ഇതുവഴി പോകുന്ന മൗണ്ടൻ ആണ്. ഏത് മൗണ്ടൻ ആണ് അതിന്റെ പേര്? അത് ശിവാലിക് മൗണ്ടൻ ആണ്, അല്ലെ? ഏതാണത്? ശിവാലിക് മൗണ്ടൻ ആണ് നോർത്തേൺ ബൗണ്ടറി എന്ന് പറയും. ഇനി സൗത്ത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അല്ലെ? ഇതെന്തുവാണ്? ഇത് പെനിൻസുലാർ പ്ലേറ്റ്യൂ ആണ്. എന്താണത്? പെനിൻസുലാർ പ്ലേറ്റ്യൂ ആണ് എന്ത്? സദേൺ ബൗണ്ടറി എന്ന് പറയും. അപ്പൊ സൗത്തില് പെനിൻസുലാർ പ്ലേറ്റ്യൂവും നോർത്തില് ശിവാലിക് മൗണ്ടൻസിനും ഇടയിൽ വരുന്ന 7 ലക്ഷത്തോളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരുന്ന 150 കിലോമീറ്റർ വിഡ്ത്ത് ഈസ്റ്റേൺ ഭാഗത്ത്, 300 കിലോമീറ്റർ വിഡ്ത്ത് വെസ്റ്റേൺ ഭാഗത്ത് വരുന്ന ഏതാണ്ട് 2400 കിലോമീറ്ററോളം ലെങ്ത് വരുന്ന ഒരു ലാൻഡ് ഫോമാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ ഡിവിഷനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏതാണ്ട് 1000 തൊട്ട് 2000 മീറ്റർ വരെയാണ് നമ്മുടെ ഈ പറയുന്ന ഡിപ്രഷന്റെ അളവ്. ഈ കണ്ട ഡിപ്രഷന്റെ താഴ്ചയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ശിവാലിക്സിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ ഫോം ചെയ്യുന്നത്. 3200 കിലോമീറ്റർ ഉണ്ട് ഇവിടെ മുതൽ ഇൻഡസ് റിവർ മൗത്ത് തൊട്ട് ഗംഗ റിവർ മൗത്ത് വരെ. ഈ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലൂവിയൽ പ്ലെയിനിൽ ഒന്നാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 2400 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വരുമ്പോൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈസ്റ്റേൺ ഭാഗത്ത് 150 കിലോമീറ്റർ ആണെങ്കിൽ വെസ്റ്റിലോട്ട് എത്തുമ്പോൾ ഏതാണ്ട് 300 കിലോമീറ്റർ ഇരട്ടിയോളമായിട്ട് മാറും. നോർത്തിൽ ശിവാലിക് റേഞ്ചും സൗത്തിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂമാണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. മൊത്തം ഏരിയ എന്ന് പറയുന്നത് 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. സോ ഇതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. അടുത്ത ക്ലാസ് നമുക്ക് ഈ പറയുന്ന റീജിയണൽ ഡിവിഷൻസിനെ പറ്റി പഠിക്കും. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.